നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിലേക്ക് വലിയ രീതിയിൽ സഹായങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരും സെലിബ്രിറ്റികളും അതുമാത്രമല്ല സാധാരണക്കാരും ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും എല്ലാവരും വലിയ രീതിയിൽ വയനാടിന് വേണ്ടി കൈകോർത്തിരിക്കുകയാണ്. വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് തന്നെ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലടക്കം കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ സംബന്ധിച്ച് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകണമെന്ന് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളോട് ധനകാര്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാധ്യമങ്ങൾ, സാമൂഹിക മാധ്യമങ്ങൾ, കമ്പനി വെബ്സൈറ്റുകൾ, SMS തുടങ്ങിയ വിവിധ ചാനലുകൾ വഴി കമ്പനികൾ തങ്ങളുടെ പോളിസി ഉടമകളെ ഇതിനകം തന്നെ സമീപിക്കുന്നുണ്ടെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. വയനാട്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ സഹായത്തിനായി ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനികൾ വിവിധ ചാനലുകൾ വഴി പോളിസി ഉടമകളെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്ന് ഗണ്യമായ ക്ലെയിമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ധനമന്ത്രാലയത്തിന്റെ എക്സിലെ പോസ്റ്റിൽ ഇത് വ്യക്തമാക്കി. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയ്ക്ക് കീഴിലുള്ള പോളിസി ഉടമകളുടെ ക്ലെയിം തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ LICയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം പോസ്റ്റിൽ പറഞ്ഞു. ക്ലെയിം തുക വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനായി ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുന്നതിനാവശ്യമായ ഡോക്യുമെന്റേഷനിൽ കാര്യമായ ഇളവ് നൽകുന്നുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ദുരിതബാധിതർക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് LIC നേരത്തെ അറിയിച്ചിരുന്നു. ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പാക്കാനായി LICയുടെ കോഴിക്കോട് ഡിവിഷൻ ഓഫീസിൽ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. ക്ലെയിമുകളുടെ വേഗത്തിലുള്ള നടപടികൾ ഉറപ്പാക്കാൻ ഇൻഷുറൻസ് കമ്പനികളുമായി ഏകോപിപ്പിക്കാൻ ജനറൽ ഇൻഷുറൻസ് കൌൺസിലിനെ സർക്കാർ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനറൽ ഇൻഷുറൻസ് കൌൺസിൽ ക്ലെയിം സ്റ്റാറ്റസ് ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നതിന് പോർട്ടലും ആരംഭിക്കും. കൂടാതെ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്ന് ജില്ലാ കളക്ടർക്ക് 4 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരമാണ് തുക വിനിയോഗിക്കേണ്ടത്. ദുരന്ത മേഖലയായ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിലെ ARD 44, 46 എന്നീ റേഷൻ കടകളിലെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം പൂർണ്ണമായും സൗജന്യമായി നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിലും അറിയിച്ചിട്ടുണ്ട്. മുൻഗണനാ വിഭാഗക്കാർക്ക് നിലവിൽ സൗജന്യമായും മുൻഗണനേതര വിഭാഗക്കാർക്ക് ന്യായവിലയ്ക്കുമാണ് റേഷൻ നൽകി വരുന്നത്. ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ മുൻഗണനേതര വിഭാഗക്കാരായ നീല, വെള്ള കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും പൂർണ്ണമായും സൗജന്യമായി റേഷൻ വിഹിതം നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൂടാതെ കന്നുകാലികൾ അനാഥരല്ല. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങൾ ഇനി അനാഥരല്ലെന്നും പരിക്കേറ്റ മൃഗങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം ഏറ്റെടുക്കാൻ തയ്യാറുള്ള സമീപ പ്രദേശങ്ങളിലെ ക്ഷീര കർഷകരെ ഏൽപ്പിക്കും. ചൂരൽമലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോൾ റൂമാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മൃഗങ്ങളെ ഏറ്റെടുക്കുന്ന ക്ഷീര കർഷകരുടെ പേര്, വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തും. നിലവിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം, ജലം എന്നിവ NGO വോളണ്ടിയർമാർ മുഖേന ലഭ്യമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചൂരൽമല ദുരന്ത സ്ഥലത്ത് നിന്ന് ലഭിച്ച 2 നായക്കുട്ടികളെ സൈന്യത്തിനും പോലീസ് സ്പെഷ്യൽ ഡിഫൻസ് ഗ്രൂപ്പിനും കൈമാറിയിരുന്നു. ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ദുരന്തബാധിത സ്ഥലങ്ങളിൽ നിന്ന് ജീവനോടെയും അല്ലാതെയും കണ്ടെത്തുന്ന വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും കൺട്രോൾ റൂമിൽ എത്തിച്ച് തുടർ നടപടി സ്വീകരിക്കും. വെറ്റിനറി ഡോക്ടർമാരും ഫീൽഡ് ഓഫീസർമാരും ഉൾപ്പെടുന്ന സംഘം 2 ബാച്ചുകളായാണ് പ്രവർത്തിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു രക്ഷാദൌത്യമാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ സർക്കാരുകൾ അവരുടെ രീതിയിലുള്ള കൃത്യമായ ഇടപെടൽ നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.